വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. ശ്രീലങ്ക എ ടീമിനെതിരെയുള്ള മത്സരത്തിൽ ശ്രീലങ്കൻ ക്രിക്കറ്റർമാരുടെ IPL ബോയ് എന്ന വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്ന വൈഭവ് സൂര്യവംശി അതിന് മറുപടി നൽകിയത് ഫൈനലിൽ മികവുറ്റ ബാറ്റിംഗ് പ്രകടനം കൊണ്ടാണ്. അതെ, എന്നും ബാറ്റ് കൊണ്ട് മറുപടി നൽകിയാണ് വൈഭവ് സൂര്യവംശിയുടെ ശീലം. അത് വീണ്ടും തെറ്റിക്കുന്നില്ല. അയർലൻഡുമായും ഇംഗ്ലണ്ടുമായും ഇന്ത്യ പരമ്പര നഷ്ടപ്പെട്ട് നാണം കെട്ടു നിൽക്കുന്നു. ഇംഗ്ലണ്ടുമായിട്ടുള്ള മത്സരത്തിൽ കളിച്ച 3-ലും വൻ പരാജയമാകുന്നു വൈഭവ് സൂര്യവംശി. അന്ന് ശ്രീലങ്കൻ കളിക്കാരാണ് വൈഭവ് സൂര്യവംശി ആക്ഷേപിച്ചതെങ്കിൽ ഇന്ന് സ്വന്തം ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ വിമർശിച്ചു, പരിഹസിച്ചു IPL ബോയ് എന്നുള്ള വാക്കുകൾ കൊണ്ട്. അതിന് ആ 15-കാരൻ മറുപടി നൽകിയത് വീണ്ടും തൻ്റെ ബാറ്റ് കൊണ്ടായിരുന്നു. ക്യാപ്റ്റൻ സ്ഥാനത്ത് തിരിച്ചെത്തിയ ശ്രേയസ് അയ്യർ 2 പരമ്പരകളും നഷ്ടപ്പെട്ട് നാണം കെട്ടു നിൽക്കുന്ന സാഹചര്യമായിരുന്നു. വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തല താഴ്ത്തി നിൽക്കുന്ന സമയം. അവിടെയാണ് സിംബാബ്വെക്കെതിരെയുള്ള മത്സരത്തിന് ഇന്ത്യ ഇറങ്ങുന്നത്. 3 മത്സരങ്ങളായിരുന്നു ആ പരമ്പരയിൽ ഉണ്ടായിരുന്നത്. തന്നെ പരിഹസിച്ചവരെ തിരുത്തി പറയിപ്പിക്കുന്ന പ്രകടനമാണ് വൈഭവ് സൂര്യവംശി എന്ന 15-കാരൻ ആ പരമ്പരയിൽ കാഴ്ചവെച്ചത്. ആദ്യ മത്സരത്തിൽ 50യും 2ാം മത്സരത്തിൽ 20യും 3ാം മത്സരത്തിൽ സെഞ്ചുറി കടത്ത് 81 റൺസുമായി പുറത്താകുമ്പോൾ T20 റാങ്കിങ്ങിൽ 1ഉം 2ഉം സ്ഥാനത്തുള്ള ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും എല്ലാം ഉണ്ടായിട്ടും അവരെല്ലാം കാഴ്ചക്കാരാക്കിക്കൊണ്ട് ഒരു അത്യത്ഭുത പ്രകടനമായിരുന്നു സിംബാബ്വെക്കെതിരെയുള്ള പരമ്പരയിൽ വൈഭവ് സൂര്യവംശി കാഴ്ചവെച്ചത്. കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതും വൈഭവ് സൂര്യവംശി തന്നെയായിരുന്നു. അയർലൻഡിനോടും ഇംഗ്ലണ്ടിനോടും ഇന്ത്യ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടെങ്കിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യ സിംബാബ്വെയെ വൈറ്റ് വാഷ് ചെയ്യുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതിന് ഒരേ ഒരു കാരണക്കാരൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, വൈഭവ് സൂര്യവംശി. സിംബാബ്വെക്കെതിരെയുള്ള അത്യുജ്വല പ്രകടനത്തിലൂടെ T20 റാങ്കിങ്ങിൽ 278-ൽ നിന്ന് ഇപ്പോൾ വൈഭവ് സൂര്യവംശി എത്തി നിൽക്കുന്നത് 48-ലാണ്. അതെ, 230 സ്ഥാനങ്ങളാണ് ഒറ്റയടിക്ക് വൈഭവ് സൂര്യവംശി മറികടന്നത്. 48 പിന്നിട്ട് 1-ലേക്കെത്താൻ ഇനി അധിക നാൾ വേണ്ടിവരില്ല. അത്രക്കൊണ്ട് അയാളുടെ ബാറ്റിൻ്റെ കരുത്ത്. ക്രിക്കറ്റിലെ പഴയ പല കഥകളും മാറ്റിക്കുറിക്കും ആ 15-കാരൻ്റെ ബാറ്റ് എന്നതിൽ യാതൊരു സംശയവുമില്ല. തൻ്റെ ആ ഒരു പ്രകടനം കൊണ്ട് തന്നെയാണ് ദുലീപ് ട്രോഫി 2026, 2027 വർഷങ്ങളിലേക്കുള്ള ഈസ്റ്റ് സോണിൻ്റെ ഉപനായക സ്ഥാനം അയാളിലേക്ക് എത്തുന്നത്. സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർക്കും സൗരവ് ഗാംഗുലിക്കും രാഹുൽ ദ്രാവിഡിനും VVS ലക്ഷ്മണനുമെല്ലാം നേടാൻ കഴിയാത്തതു തന്നെയാണ് വൈഭവ് സൂര്യവംശി തൻ്റെ ഈ ചെറുപ്രായത്തിൽ തന്നെ നേടിയെടുക്കുന്നത്. അതിനെല്ലാം ഒരേ ഒരു മാനദണ്ഡം മാത്രമാണ് വില കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ 15-കാരൻ്റെ ബാറ്റിൽ നിന്ന് പിറക്കുന്ന ചൂടൻ 6കളും 4കളും തന്നെയാണ്. ഈസ്റ്റ് സോണിൻ്റെ നായക സ്ഥാനത്തുള്ളത് ഇഷാൻ കിഷൻ തന്നെയാണ്. 35-കാരൻ മുഹമ്മദ് ഷമിയും ഈസ്റ്റ് സോണിൻ്റെ ടീം ലിസ്റ്റിലുണ്ട്. പ്രായം 35 ഇനിയും തൻ്റെ ബൗളിങ്ങിലെ കരുത്ത് ചോർന്നു പോയിട്ടില്ലെന്ന് തെളിയിക്കേണ്ടതുണ്ട് മുഹമ്മദ് ഷമിക്ക്. 35-കാരനും 15-കാരനും ഒരുമിക്കുന്ന ദുലീപ് ട്രോഫി കാണികൾക്ക് അത് കൗതുകം തന്നെയായിരിക്കും. ബംഗാളിൽ നിന്നുള്ള ഈസ്റ്റ് സോണിൻ്റെ സീനിയർ താരമായ അഭിമന്യു ഈശ്വർ ആയിരിക്കും വൈഭവ് സൂര്യവംശിക്ക് കൂടെ ഓപ്പൺ ചെയ്യുക. എന്നാൽ ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഉപനായക സ്ഥാനം വൈഭവ് സൂര്യവംശിക്ക് നൽകിയതിനോട് ഹർഷ ഭോഗലയ്ക്ക് യാതൊരു യോജിപ്പുമില്ല. ഹർഷ ഭോഗലെ പരസ്യമായി കൊണ്ട് തന്നെ തൻ്റെ വിയോജിപ്പ് അറിയിക്കുകയും ചെയ്തു. ഒട്ടനവധി സീനിയർ താരങ്ങളുള്ള ഒരു ടീമിൽ 15-കാരനെ വൈസ് ക്യാപ്റ്റനായി നിയമിച്ചത് ഒട്ടും ശരിയായില്ല. അയാൾക്കിനിയും സമയമുണ്ട്. അയാൾ ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. അതിനുള്ള സമയം കൊടുക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് തന്നെ വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ഇത്ര ചെറുപ്പത്തിലെ നൽകുന്നതിനോട് യോജിക്കാൻ കഴിയില്ലെന്നും സീനിയർ താരങ്ങളോടുള്ള ഒരു അനാദരവാണിതെന്നും തീരുമാനത്തിൽ പുനർവിചിന്തനം നടത്തണമെന്നുമാണ് ഹർഷ ഭോഗലെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഇത്ര ചെറുപ്പത്തിൽ വൈസ് ക്യാപ്റ്റൻ സ്ഥാനം നൽകിയതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. ഇത്ര ചെറുപ്പത്തിലെ ബാറ്റ് കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന വൈഭവ് സൂര്യവംശിക്ക് വൈസ് ക്യാപ്റ്റൻ സ്ഥാനം നൽകിയതിലൂടെ നായക സ്ഥാനത്തെത്താനുള്ള ഒരു പരിശീലനം കൂടിയാണ്, അതിനുള്ള ഒരു എക്സ്പീരിയൻസ് കൂടിയാണ് ഈ ഉപനായക സ്ഥാനം എന്നുള്ളതാണ് അവർ പറയുന്നത്. വൈഭവ് സൂര്യവംശിയുടെ തേരോട്ടത്തിൽ ഇനി എന്തെല്ലാം മാറ്റിമറിക്കപ്പെടും ക്രിക്കറ്റ് ലോകത്തെന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.